കേരളത്തിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ യാത്ര ചെയ്താൽ കാണാൻ പറ്റുന്ന രണ്ട് ബോർഡുകൾ. ഒന്ന് കുഴിമന്തി ബോർഡ്, രണ്ടാമത്തെ നമ്മുടെ കാർണഫൂതൻ്റെയും മരുമകൻ്റെയും ബോർഡ്. ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരളം. ഇങ്ങേ അറ്റം തലസ്ഥാനം മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജംഗ്ഷൻ തോറുമാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവരുടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവരുടെ മുഖമാണ് നമ്മുടെ കേരളത്തിൻ്റെ എങ്ങോട്ട് പോയാലും കാണാൻ പറ്റും. ഇവരുടെ അനുഗ്രഹത്തോടെ നമുക്ക് ഈ യാത്രയും ചെയ്യാൻ പറ്റും. കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റിയാൽ പോലും, വണ്ടി യാത്ര ചെയ്താൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഇവരുടെയൊക്കെ മുഖം വന്നു പെടും. എന്തായാലും ഞാനിത് പറയാനുള്ള കാരണം, പക്ഷേ നമ്മുടെ മുഖ്യൻ്റെ മാത്രം, പ്രത്യേകിച്ച് മുഖ്യൻ്റെ മാത്രം മുഖമേ വരാൻ പാടുള്ളൂ. വേറെ ആരുടെയെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ എങ്ങനെ വെച്ച്, ഇപ്പം നടിമാരുടെയോ നടന്മാരുടെയോ പോലും കാണാനില്ല എങ്ങും. വേറെ ആരുടെയെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ എങ്ങാണ് ഇനി ഏതെങ്കിലും ഇവരുടെ LDFൻ്റെ മീറ്റിങ്ങിൽ എങ്ങാണോ സ്ഥാപിച്ച തീർന്നെന്ന് പറഞ്ഞ പോലെ വധിച്ച്. എന്തായാലും ഇപ്പോൾ പുതിയൊരു വിവാദവുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നിലമ്പൂരിൽ തീ പിടിച്ച തെരഞ്ഞെടുപ്പ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക, പ്രചാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് പാവം പിടിച്ച ഗണേഷ് കുമാർ സ്വരാജുമായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ആ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലൊന്ന് സ്ഥാപിച്ചു. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഫ്ലെക്സ് ബോർഡാണ് സ്ഥാപിച്ചത്. തീർന്നല്ലോ. ഇത് കണ്ട നമ്മുടെ മുഖ്യൻ വെറുതെ ഇരിക്കുമോ? ഇരിക്കില്ല. അതോടെ വധിച്ച് തീർന്ന്. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലോട്ട് ഇടാം. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഈ പ്രസംഗത്തിനിടയിലാണേ നമ്മുടെ മുഖ്യൻ്റെ സ്വഭാവം അറിയാലോ, വളരെ തന്മയത്തോടുകൂടി വളരെ സാവധാനം പതുക്കെ ശാന്തസ്വരൂപനായിട്ട് സംസാരിക്കും. ചില കാര്യങ്ങൾ കട്ടക്ക് പുറത്തുനിന്ന് ഒറ്റ വാക്ക് അങ്ങ് നിർത്തും. എന്തായാലും ഇത് അദ്ദേഹം നല്ല പ്രസംഗമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ രീതിയിലൊക്കെ പ്രചരണമൊക്കെ നടത്തി ഇങ്ങനെ വന്ന് സംസാരിച്ച് ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഈ പരിപാടി LDFൻ്റെ പരിപാടിയാണ്. LDFൻ്റെ പരിപാടിയാകുമ്പോൾ LDFൻ്റെ ഘടകകക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികം. അവരവരുടേതായ മറ്റു പല അടയാളങ്ങൾ ഉപയോഗിച്ചു എന്നും വരും. അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. LDFനൊന്നും അവകാശപ്പെട്ട, ഘടകകക്ഷി വേറെ, ഞങ്ങൾ വേറെ. അവരുടെ പതാക എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രമാണ്. അതിൽ LDFനെ ഒന്നും പെടുത്തണ്ട. അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFൻ്റെ പൊതുവായിട്ടുള്ളതല്ല. LDFൻ്റെ പൊതുവായ അടയാളങ്ങളുണ്ട്. അത് മാത്രമേ ഇതുപോലുള്ള പരിപാടികൾ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ ഒന്ന് പറയാനുള്ളത്. LDFൻ്റെ പതാക മാത്രമേ ഉപയോഗിക്കാവൂ. ഇത്തരത്തിലുള്ള പരിപാടികൾ വേറെ ഒന്നും അതിലിടാൻ പാടില്ല. ഇത് ഞങ്ങളുടെ പരിപാടിയാണ്. LDFന് ചില പതാകകളുണ്ട്, അറിയാലോ, മറ്റേ അരിവാൾ ചുറ്റികയൊക്കെ. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എനിക്കിത് കാണുമ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആ നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നല്ല കാര്യമാണെങ്കിൽ ഇത് കാണുന്നവർ പക്ഷെ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് LDFൻ്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഞാനല്ല ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്, മറ്റാരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അത് വേറെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തായാലും മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. പക്ഷേ ഇത് പൊതുവിൽ കണ്ടാൽ മറ്റുള്ളവർക്ക് പ്രശ്നമില്ല. ആർക്ക് പ്രശ്നമുണ്ടാകും? ആർക്കും പ്രശ്നമില്ല. ഇതിനകത്തുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഘടകകക്ഷികളെ അദ്ദേഹത്തിന് അങ്ങോട്ട് ഇഷ്ടമല്ല. അവരുടെ വല്ല മോന്തായം വെച്ച പോസ്റ്ററോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൊടിതോരണങ്ങളോ ഒക്കെ ഇട്ടാൽ അവർക്കത് അങ്ങോട്ട് രസിക്കത്തില്ല. അതങ്ങ് തീർത്തും പറഞ്ഞു. നിലമ്പൂരിൽ 8 നില പൊട്ടാൻ കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇത്തിരി വോട്ട് പിടിച്ച് ഉള്ള മാന്യത നിലനിർത്തേണ്ടുന്ന സമയത്താണ് ഇതിനിടയ്ക്ക് ഗണേഷ് കുമാറിനെ ഇട്ടൊരു കൊട്ടു കൊടുക്കുന്നത്. എന്തായാലും ഗണേഷ് കുമാറിൻ്റെ ഫോട്ടോ, അദ്ദേഹം നല്ലൊരു സിനിമാ നടനാണ്, കാണാൻ ഇത്തിരിയൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള ഒരു മോന്തായം തന്നെയാണ്. പക്ഷേ സ്വരാജിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡും കൂടെ വെച്ചത് മുഖ്യന് ഇഷ്ടപ്പെട്ടില്ല. ഇനി അത് വെക്കരുതെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇതിലൂടെ നൽകിയത്. നമുക്കറിയാം, കേരള കോൺഗ്രസ് ബിയിൽ കുറച്ചൊക്കെ വോട്ടുകൾ ഗണേഷ് കുമാറിന് പിടിക്കാൻ സാധിക്കും നിലമ്പൂരിൽ. പക്ഷേ അത് ഒരു സതുദ്ദേശത്തോട് കൂടി ചെയ്തത് അദ്ദേഹത്തിന് തന്നെ ഇപ്പം അത് വിനയായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ അത് മുഖ്യമന്ത്രി അങ്ങോട്ട് നടന്നു പോകുന്ന സ്ഥലത്തും കൂടാണ്. അദ്ദേഹം ഇത് കണ്ടുകൊണ്ടാണ് വേദിയിലോട്ട് കയറിയത്. ആ വേദി കയറി അദ്ദേഹത്തിൻ്റെ ആകെ കൺട്രോളൊക്കെ തെറ്റി. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നിലമ്പൂർ ഒരു അത്യാസന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും അദ്ദേഹം
ഇത്രത്തോളം പറഞ്ഞങ്ങ് നിർത്തി എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഇദ്ദേഹത്തിൻ്റെ വിമർശനമൊക്കെ വരുന്ന കുറച്ച് അതികഠിനമായിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടും ചില പരിചയങ്ങളും ഒക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങ് നിർത്തി എന്ന് തന്നെ പറയാം. എന്ത് തന്നെയാലും മുഖ്യൻ്റെ മരുമകൻ്റെയും ഫ്ലെക്സ് ബോർഡുകളല്ലാതെ ഫോട്ടോകളല്ലാതെ കേരളത്തിൽ മറ്റൊന്നും സ്ഥാപിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അദ്ദേഹത്തിന് വലുത്. അത് രണ്ടാമതേ ഉള്ളൂ പാർട്ടിയും മറ്റുള്ള കക്ഷികളും മറ്റുള്ള മന്ത്രിമാരും ഒക്കെ. മറ്റാരുടെ നമുക്കറിയാം എം പി രാജേഷിൻ്റെ ഒന്നും ഫോട്ടോ പോലും ഈ റോഡ് ഉദ്ഘാടനം, അതായത് സ്മാർട്ട് സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ ഫോട്ടോ പോലും സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹം ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഈ പറഞ്ഞതുപോലെ ഫോട്ടോകളോ ഒന്നും പതിപ്പിച്ചിട്ടില്ല. പിന്നെ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ മോദിയുടെ ഒരു ചെറിയ 1-2 ഫോട്ടോയൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും അങ്ങ് ഗതികെട്ട് സ്ഥാപിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും മുഖ്യൻ്റെ പടമാണ് മെയിൻ കേരളത്തിനും പ്രധാനം. അതിനപ്പുറം മറ്റൊരു പടമൊക്കെ ഇട്ടിരുന്നാൽ അദ്ദേഹത്തിന് അത് സഹിക്കൂല. അത് അങ്ങേയറ്റം അദ്ദേഹം പ്രതിഷേധിക്കുകയും ചെയ്യും. എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂട് കൂടുന്നതിൻ്റെ ഇടയ്ക്കാണ് മുഖ്യൻ്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. ഇതൊക്കെ ഒരു പക്ഷേ LDFന് തന്നെ അത് എതിരായിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി അത് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ പലരുടെയും ഇതിനകത്ത് തന്നെ ഉള്ളവർക്ക്, സഖാക്കൾക്ക് തന്നെ, അല്ലെങ്കിൽ അണിയറയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അണികൾക്ക് തന്നെ ഒരു അരോചകം ഉണ്ടാകുന്ന തരത്തിലാണ് എന്നുള്ളത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം എന്തായാലും അദ്ദേഹം മൊത്തത്തിൽ അങ്ങ് എയറിലാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. മഴ സമയം ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ മുതൽ മൊത്തത്തിൽ മരുമകനും അമ്മായിപ്പനും ഒക്കെ അങ്ങ് മൊത്തത്തിൽ എയറിലാണ്. എന്നാലൊന്നും ഒരു പൊതുപന്തിയിലൊക്കെ കൊണ്ടുപോകുമോ അതുമില്ല. മൊത്തത്തിൽ ഒരു വിരോധാഭാസം ജനങ്ങളിൽ നിന്നും ഈ ഇതിനകത്ത് പാർട്ടിക്കകത്തു നിന്നും വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രധാന തൊഴിൽ. നിലമ്പൂരിൽ ഭയങ്കര കാര്യമായിട്ടൊക്കെ പോയി വലിയ പ്രസംഗങ്ങളൊക്കെ നടന്നു. വാരിയും കുന്നനെയൊക്കെ എടുത്തിട്ട് വലിയ രീതിയിലൊക്കെ പ്രചരണമൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ കുഴിയിലാക്കുന്ന തരത്തിലാണ്. എന്തായാലും ഗണേഷ് കുമാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല. അധികം ആരും പ്രതികരിക്കത്തില്ല, സ്വാഭാവികം. അദ്ദേഹം പറയുന്നതിനപ്പുറത്തോട്ട് ആർക്കുമില്ല. ബാക്കി എല്ലാവരും വായും പൂട്ടിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അദ്ദേഹത്തിനെ പിന്തുടരുന്ന അദ്ദേഹത്തിനെ പൂജ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും പാർട്ടിക്കകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആരും ഇതിനൊരു തിരിച്ച് പ്രതികരണമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി പ്രതികരിച്ചാൽ അവരുടെ അവസ്ഥയും വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും പ്രതികരിക്കത്തില്ല. ഇപ്പം M സ്വരാജ് തന്നെ അദ്ദേഹത്തിന് ഒട്ടും നിലമ്പൂരിൽ നിൽക്കാൻ താല്പര്യമില്ല. എന്നിട്ട് കൂടി അദ്ദേഹം നിന്നത് എന്തുകൊണ്ടാണ്? പിണറായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പം പിണറായി പൂജ ഈ പാർട്ടിക്കകത്തും ഉണ്ട്. ആ പൂജ കാരണമാണ് ഈ പാർട്ടി പലപ്പോഴും ഒരു ഏകാധിപത്യ രീതിയിലോട്ട്, ഏകാധിപത്യ സ്വഭാവത്തിലോട്ട് മാറിയതും. കമ എന്ന് ഒരക്ഷരം ആരും മിണ്ടുകയില്ല. എന്തായാലും ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ മൂലം വലിയൊരു ദുരന്തം തന്നെയാണ്. കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം മുതൽ സഞ്ചരിച്ച ഈ ഒരു മുഖം കണ്ടേ എങ്ങോട്ടും പോകാനും പറ്റത്തുള്ളൂ.